കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ തീ പിടിച്ചു എന്നുള്ളതാണ്. തീ നിയന്ത്രണ വിധേയമായി, പക്ഷേ പുക ആളുകളെ ശ്വാസം മുട്ടിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇതിന്റെ കാര്യം, സമീർ? SKN പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ഇതിൻ്റെ AC-യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒപ്പം തന്നെ അവിടെ കാഷ്വാലിറ്റിയാണ്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഗ്യാസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ പുക പടർന്നു പിടിക്കുന്ന ഘട്ടമുണ്ടായി. അതുകൊണ്ട് ആ പുക നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പരസ്പരം കാണാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പുക പടർന്നു പിടിക്കുന്നു. മുറികളാകെ പൂർണ്ണമായും പരസ്പരം കാണാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്തു. അത് ഉടൻ തന്നെ പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിക്കൊണ്ടാണ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചത്. ഈ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പുക ഈ വിധത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, 3 നിലകളിലായിക്കൊണ്ട് നിരവധിയായിട്ടുള്ള രോഗികൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ഗുരുതരാവസ്ഥയിലുള്ളവരാണ്. അത്യാഹിത വിഭാഗമായതുകൊണ്ട് തന്നെ അത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ രോഗികളെയൊക്കെ എങ്ങോട്ടാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? കാരണം അവിടെ ഈ അത്യാഹിത വിഭാഗത്തിൽ വല്ലാത്ത പുക ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ശ്വാസമുട്ടലുണ്ടാകും, സ്വാഭാവികമാണ്. അവരെ എങ്ങോട്ടാണ് മാറ്റുന്നത് ഇപ്പോൾ? SKN സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിംസ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് തൊട്ടടുത്തായുള്ള 2 ആശുപത്രികൾ. അവിടേക്കാണ് രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മറ്റ് സർക്കാരിൻ്റെ ആശുപത്രികളിലേക്കും പ്രൈവറ്റ് ആശുപത്രികൾ എവിടങ്ങളിലൊക്കെ രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമോ അത്തരം സൗകര്യമുള്ള മുഴുവൻ ഇടങ്ങളിലേക്കും മാറ്റേണ്ട ഒരു സാഹചര്യമാണുള്ളത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. ഒരു മുൻകരുതലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം രോഗികളെ ഇവിടുന്ന് മാറ്റേണ്ടി വരും എന്നത് പോലും ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി സമീപത്തുള്ള ആശുപത്രികളിൽ നിന്നും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഭാഗമായിട്ട് അവരൊക്കെ ആംബുലൻസുമായിക്കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന രോഗികളെല്ലാം മറ്റ് ഇടങ്ങളിലേക്ക് വളരെ വേഗത്തിൽ മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട്. വിവിധ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ ശ്വാസതടസ്സം ഉണ്ടായതും പല ആളുകൾക്കും അവരുടെ ആരോഗ്യനില മോശമാവാൻ ഇടയായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ രോഗികളെ പരമാവധി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. മറ്റ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഈ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരം ഒരു സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. 3 നിലകളിലായിക്കൊണ്ട് നിരവധി രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. അത്തരമൊരു വേളയിലാണ് ഇങ്ങനെ വളരെ വേഗത്തിൽ പുക ഉയരുകയും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും തീ പടർന്നു, ഒപ്പം തന്നെ ആ പുകയും ഉയർന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വലിയ ആശങ്ക ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചു എന്നുള്ളതാണ് ആശ്വാസിക്കുന്ന കാര്യം. അവരെല്ലാം തന്നെ രോഗാവസ്ഥയിലുള്ളവരാണ്. അത് ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെയാണ് പരമാവധി ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ മറ്റ് സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിലായിക്കൊണ്ട് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ ആംബുലൻസുകളുമായിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഏതായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായിക്കൊണ്ട് നടന്നു വരുന്നു. വളരെ ആശങ്ക സൃഷ്ടിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തീ അണച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം നൽകുന്ന കാര്യം. അതേസമയം പുക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. അവർ തന്നെ ഈ പുക ശ്വസിച്ച് ഏതാനും സമയം കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യനില മോശമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഘട്ടത്തിലാണ് ഇവരെല്ലാം തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള എല്ലാ ആശുപത്രികളിലേക്കും വളരെ വേഗത്തിൽ രോഗികളെല്ലാം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ, ഫയർഫോഴ്സ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആളപായമില്ല. പക്ഷേ ഇപ്പോഴും പുക മൂലം ശ്വാസം മുട്ടുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വല്ലാത്ത ഒരു ശ്വാസം മുട്ടൽ രോഗികൾക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് രോഗികളെ, തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ അവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ അടുത്ത ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ, ഒരു പരിഭ്രാന്തി ഈ തീപിടുത്തം അവിടെ ഉണ്ടാക്കിയെന്നുള്ളത് നേരാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ അത്യാഹിത വിഭാഗം മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളതുകൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ സമയത്ത് വല്ലാത്ത പരിഭ്രാന്തി പടർന്നിരുന്നു.
പക്ഷേ ഫയർഫോഴ്സ് എത്തിയതോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത് വലിയ ആശ്വാസമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്നു എന്ന രീതിയിലുള്ള വാർത്ത കൂടി വരികയാണ്. അപ്പോൾ അതാണ് രോഗികളിൽ പലർക്കും ശ്വാസമുട്ടൽ ഉണ്ടാക്കിയത്. രോഗികളെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പല രോഗികൾക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയാണ്.